യെസ്, അപ്പോൾ വുമൺ റൈറ്റേഴ്സ് ഇൻ റൊമാൻറ്റിക് ഏജ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന് മുന്നിലുള്ള എല്ലാ സ്ലൈഡും നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം വുമൺ റൈറ്റേഴ്സ് ഇൻ റൊമാൻറ്റിക് ഏജ്. The Romantic period, which spanned from the late 18th century to the mid-19th century, was marked by a cultural movement that emphasized emotion, individualism and imagination. പഠിച്ചു റൊമാൻറ്റിക് പീരീഡ് ആ ഒരു റേഷണലിസ്റ്റ് ചിന്തകളിൽ നിന്നും നേരെ ഒരു ഇമാജിനേറ്റീവ് അല്ലെങ്കിൽ ഒരു ലവ് ടു നേച്ചർ ആ ഒരു ലെവലിലേക്ക് വന്ന ഒരു സമയമായിരുന്നു റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഒരുപാട് വുമൺ റൈറ്റേഴ്സും വരുന്നുണ്ട്. കാരണം നമ്മുടെ പഴയ ആ ഒരു ചിന്താഗതിയൊക്കെ മാറി വുമൺ റൈറ്റേഴ്സ് ദ റൈറ്റ് വിത്ത് ദെയർ ഓൺ നെയിംസ്, അവരുടെ പേര് വെച്ച് അവരുടെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ടൈമായിരുന്നു റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ മേരി ഷെല്ലിയാണ്. ഷെല്ലി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹർ നോവൽ ഫ്രാങ്കൻസ്റ്റീൻ. ചോദിച്ചിട്ടുള്ളതാണ്. ഫ്രാങ്കൻസ്റ്റീൻ സയൻസ് ഫിക്ഷനാണ് കേട്ടോ. ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്നത് സയൻസ് ഫിക്ഷനാണ് മേരി ഷെല്ലിയുടെ. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെക്കാം. യെസ്, മേരി ഷെല്ലി. ഷെല്ലി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹർ നോവൽ ഫ്രാങ്കൻസ്റ്റീൻ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന വർക്ക് ആര് എഴുതിയും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് വർക്കാണ് ചോദിച്ചിട്ടുണ്ട്. ഫ്രാങ്കൻസ്റ്റീൻ ഇസ് എ ടൈപ്പ് ഓഫ് സയൻസ് ഫിക്ഷൻ ആണ് ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന ആ വർക്ക്. which is considered a classic of Gothic literature. She also wrote several other novels including Walpurga and The Last Man. ഇതിൽ ഒറ്റ വർക്ക് മാത്രമേ ചോദിച്ചുള്ളൂ, ഫ്രാങ്കൻസ്റ്റീൻ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പ്രീവിയസ് ആയിട്ട് കേട്ടോ. ഓർത്ത് വെക്കുക. മേരി ഷെല്ലി എന്ന് പറഞ്ഞാൽ പി വി ഷെല്ലിയുടെ ഹസ്ബൻഡാണ്, വൈഫാണ് മേരി ഷെല്ലി എന്ന് പറഞ്ഞത് കേട്ടോ. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. The next one, Jane Austen. Jane Austen is known for her novels that satirizes the social conventions of her time, including Pride and Prejudice, Sense and Sensibility and Emma. ഇത് മൂന്ന് വർക്ക് ഇമ്പോർട്ടൻറ്റ്, മൂന്ന് വർക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജെയിൻ ഓസ്റ്റൻ എന്ന് പറയുന്നത് ഷീ ബിലോങ്സ് ടു റൊമാൻറ്റിക് പീരീഡ് ആൻഡ് ഷീ റോട്ട് മെയിൻലി 3 വർക്ക്സ്. ഈ മൂന്ന് വർക്ക് എഴുതിയിട്ടുള്ളത് ഇതാണ് അവളുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത്. ഈ മൂന്ന് വർക്കാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ആൻഡ് എമ്മ. ഈ മൂന്ന് വർക്കിൻ്റെയും ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സമയത്ത് അതിൽ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് മെയിൻ ക്യാരക്ടേഴ്സ് അതിലെന്താ പറഞ്ഞേക്കുന്നത് ജസ്റ്റ് അപ്പം നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ റൈറ്റേഴ്സും അവരുടെ വർക്കുകളും ജസ്റ്റ് നോക്കി പോകുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. The next one, ഷാർലറ്റ് ബ്രോണ്ടി ആൻഡ് എമിലി ബ്രോണ്ടി. ബ്രോണ്ടി സിസ്റ്റേഴ്സ് ആണ് ഇവർ. ഷാർലറ്റ് ബ്രോണ്ടി എഴുതിയ വർക്കുകളാണ് എഴുതിയിട്ടുണ്ട്. ബ്രോണ്ടി ഈസ് ബെസ്റ്റ് ഫോർ നോവൽ ജാനയർ. ജാനയർ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വർക്ക് പറഞ്ഞു പോയത്. which is considered a classic of Victorian literature. She is also wrote several other novels including Shirley and Willet. ഇതിൽ ഒറ്റ വർക്ക് മാത്രമേ ഇമ്പോർട്ടൻ്റ് ചോദിച്ചിട്ടുള്ളൂ, ജാനയർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ജാനയറാണ് ബ്രോണ്ടിയുടെ സിസ്റ്റേഴ്സിൽ ഷാർലറ്റ് ബ്രോണ്ടി എഴുതിയ വർക്ക്. ഇനി അടുത്ത് എമിലി ബ്രോണ്ടിയുടെ വർക്ക് നമ്മൾ പഠിക്കാനുള്ള ഒരു വർക്കുണ്ട്. വുതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന വർക്ക് പഠിക്കാനുണ്ട് എമിലി ബ്രോണ്ടിയുടെ, അതും ഓർത്ത് വെക്കാം. എമിലി ബ്രോണ്ടി ഈസ് നോൺ ഫോർ ഹർ നോവൽ വുതറിംഗ് ഹൈറ്റ്സ്, വിച്ച് ഈസ് കൺസിഡേർഡ് എ ക്ലാസിക് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഷീ ഓൾസോ റോട്ട് പോയട്രി വിച്ച് വാസ് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി. ഈ എമിലി ബ്രോണ്ടിയുടെ വുതറിംഗ് ഹൈറ്റ്സ് നമുക്ക് എല്ലാ സിലബസിലും പഠിക്കാനുള്ള വർക്കാണ്, അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആ വുതറിംഗ് ഹൈറ്റ്സിൻ്റെ ഒരു സ്ലൈഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സമയത്ത് അതിൽ വരുന്ന ആ സമയത്ത് നമ്മൾ ആ വർക്കിനെ കുറിച്ച് കൂടി ഡിസ്കസ് ചെയ്യും കേട്ടോ. അത് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അതിൽ പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് മേരി വോൾസ്റ്റുംഗ്രാഫ്റ്റിൻ്റെ ഒരൊറ്റ വർക്ക് മാത്രം കാലം ചോദിച്ചിട്ടുള്ളൂ, വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൻ. ആ ഒരൊറ്റ വർക്ക് മാത്രമേ അത്രയും കാലമായിട്ട് ചോദിച്ചിട്ടുള്ളൂ. മേരി വോൾസ്റ്റുംഗ്രാഫ്റ്റ് ഈസ് നോൺ ഫോർ ഹർ ഫെമിനിസ്റ്റ് tracked a vindication of the rights of women, which argued that women should have the same right and opportunities as men. She also wrote novels including Mary, a fiction. ഈ വുമൺ റൈറ്റേഴ്സിൻ്റെ ഒരൊറ്റ വർക്ക് മാത്രം, അതായത് ഇവർക്ക് കുറിച്ച് ക്വസ്റ്റ്യൻ മുന്നേ വന്നിട്ടുള്ളതാണ്. ഇവരെ കുറിച്ച് വന്നുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇവരിത് വർക്കുകളെ കുറിച്ചായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ ഇവരിത് വർക്ക് ഏതാണ്, അല്ലെങ്കിൽ ഇവരുടെ ആ വർക്കിൽ പറയുന്ന ക്യാരക്ടേഴ്സിൻ്റെ പേരെന്തൊക്കെയാണ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കണ്ടുവന്നുള്ളത് മുന്നേ. അപ്പോൾ അതിൽ വദറിംഗ് ഹൈറ്റ്സിനെ കുറിച്ചുണ്ട്, ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി വന്നിട്ടുണ്ട്. ഈ രണ്ട് വർക്കുമാണ് ഡീപ്പായിട്ട് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു വർക്കിന് മാത്രമാണ്, ബാക്കിയെല്ലാം അതിൻ്റെ ആ വർക്ക് ആര് എഴുതി അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വുമൺ റൈറ്റേഴ്സ് ഇൻ വിച്ച് റൊമാൻറ്റിക് പീരീഡ്. ഇനി മേരി ഷെല്ലിയുടെ കുറച്ച് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറഞ്ഞ വർക്കിൻ്റെ മറ്റൊരു പേര് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റൊരു പേരെന്തായിരുന്നു, ദ മോഡേൺ പ്രൊമീത്തിയസ് എന്ന് പറയുന്ന പേരാണ് അതിന് മേരി ഷെല്ലി കൊടുത്തിട്ടുണ്ടായിരുന്നത് മറ്റൊരു നെയിം. Mary Shelley was a prolific writer who produced several important works during her lifetime. Here are some of her most notable works. Frankenstein ആണ് ഒന്ന്, The Modern Prometheus, Shelley's most famous work in a Gothic novel that tells the story
A scientist who creates a sentient being from non-living matter only to be horrified by the consequences of his creation. Frankenstein explores themes of creation. അതിലൊറ്റ മാത്രം നോക്കുള്ളൂ സയൻസ് ഇറ്റ്സ് എ സയൻറ്റിഫിക് ഫിക്ഷൻ ആണെന്ന് മാത്രം ഓർത്ത് വെക്കുക കേട്ടോ. അന്ന് ക്വസ്റ്റ്യൻ വന്നു അങ്ങനെ തന്നെയായിരുന്നു. ദ നെക്സ്റ്റ് വൺ വാൽപേഗ, ലാസ്റ്റ് മാൻ, ലോഡോർ, മറ്റിൽഡ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെരിശലിയുടെ മറ്റു വർക്കുകൾ കേട്ടോ. വാൽപേഗ ഹിസ്റ്റോറിക് നോവൽ സെറ്റ് ഇൻ 40th century, ലിറ്ററലി ദാറ്റ് എക്സ്പ്ലോസ് തീം ഓഫ് പവർ, പൊളിറ്റിക്സ് ആൻഡ് ലവ്. ഇതിൽ ക്യാരക്ടേഴ്സ് ഇതിൻ്റെ മാത്രം നോക്കി വെച്ചാൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. Frankenstein the story follows Victor Frankenstein, a young scientist who creates a humanoid creature through his experiments in the field of natural philosophy. However, when he sees the hideous appearance of his creation, he abandons it and the creature, feeling rejected and alone, sets out to seek revenge on his creator. അതായത് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന ആൾ ഒരു ഹ്യൂമനോയിഡ് ഉണ്ടാക്കുക, ഒരു രൂപത്തെ ഉണ്ടാക്കുകയാണ് തൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ. ആ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു, ഇയാൾക്ക് ഇത് ഉണ്ടായി കഴിഞ്ഞ ശേഷം ഇയാൾക്ക് ഇത് വേണ്ടാതെ തോന്നുന്നു, ഇയാൾ അത് ഒഴിവാക്കുന്നു. ആ ഒഴിവാക്കിയ സമയത്ത് ഈ ഒഴിവാക്കിയ ആ ഒരു രൂപത്തിന് ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു. അങ്ങനെ അയാൾ എന്ത് ചെയ്യണേ, തിരിച്ച് റിവെഞ്ച് എടുക്കുകയാണ്. ഈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ റിവെഞ്ച് ഒരു വർക്കാണ് ഈ വർക്ക് കേട്ടോ. അപ്പോൾ ഫ്രാങ്കൻസ്റ്റൈൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ക്യാരക്ടർ അല്ലെങ്കിൽ ഹു ആർ ദ മെയിൻ ക്യാരക്ടർ ഇൻ ദാറ്റ് നോവലിൽ ചോദിക്കാം. അപ്പോൾ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ആണ് ആൻസർ കേട്ടോ, ഓർത്ത് വെക്കാം, മറന്നു പോയത്. The novel explores themes such as the dangers of playing God. അതായത് നമ്മൾ ദൈവത്തോട് അങ്ങനെ നമ്മൾ ഓവറായിട്ട് നമ്മൾ തന്നെ കളിക്കാൻ പാടില്ല. അതായത് നമ്മൾ ദൈവത്തെ വെച്ച് ദൈവം എന്ന് പറയുന്ന ആ ഒരു ശക്തിയുടെ മുന്നിൽ നമ്മളൊന്നും അല്ലാന്നൊരു ആ ഒരു മെസ്സേജാണ് ഈ വർക്ക് നമ്മൾ ശെല്ലി മുന്നോട്ട് വെക്കുന്നത്. The consequences of scientific progress and the isolation and loneliness that can result from a lack of empathy and understanding has been adapted into numerous films, plays and other media over the years and has become a classic of the horror and scientific fiction genres. ഇനി ജെയിൻ ഓസ്റ്റൻ്റെ വർക്കാണ്. ജെയിൻ ഓസ്റ്റൻ നമുക്കറിയാം, വാസ് an English novelist known for her witty social commentary and realistic portrayal of English society in the late 18th and early 19th centuries. Here are some of her most important works. Sense and Sensibility. Austen's first published novel tells the story of two sisters, Eleanor and Marian Dashwood. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എലിനോർ ആൻഡ് മാരിയൻ ഡാഷ്വുഡ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കിത് പഠിക്കാനുള്ള വർക്കാണ്. അതുപോലെ തന്നെ അതിലുള്ള ക്യാരക്ടേഴ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കി വെച്ചേ പറ്റുള്ളൂ, കാരണം ക്യാരക്ടേഴ്സിനെ ചോദിക്കാറുണ്ട്, മുന്നേ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദെയർ റൊമാൻറ്റിക് മിസ്അഡ്വഞ്ചേഴ്സ്. ഇതിൽ എക്സ്പ്ലോർസ് തീംസ് ഓഫ് ലവ്, സോഷ്യൽ ക്ലാസ് ആൻഡ് ദി ടെൻഷൻ ബിറ്റ്വീൻ റീസൺ ആൻഡ് ഇമോഷൻ. അതാണ് വർക്ക് പറയുന്ന തീം എന്ന് പറയുന്നത്. അടുത്തത് Pride and Prejudice. Austen's most famous novel is romantic comedy that tells the story of Elizabeth Bennet and her complicated relationship with the proud and wealthy Mr. Darcy. അതായത് എലിസബത്ത് ബെനറ്റ് എന്ന് പറയുന്ന ഒരു ലേഡിയും അദ്ദേഹത്തിൻ്റെ ഒരു വെൽത്തി മിസ്റ്റർ ഡാർസിയുമായിട്ടൊരു റിലേഷൻഷിപ്പിൻ്റെ കഥ പറയുന്ന വർക്കാണ് Pride and Prejudice. The novel explores themes of marriage, social status and the power of first impressions. The next one, Mansfield Park, അതും ഇമ്പോർട്ടൻ്റ് ആണ്. A novel that tells the story of Fanny Prince. ഇതൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് ക്യാരക്ടേഴ്സിനെ പറ്റി കറക്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. Fanny Price, a young man who is sent to live with her wealthy relatives at Mansfield Park. The novel explores themes of morality, duty and the corrupting influence of wealth. Next one, Emma. A novel that tells the story of Emma Woodhouse. ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ആയിരുന്നു, അന്ന് എമ്മയിലെ ക്യാരക്ടർ പേര് ചോദിച്ചു, എമ്മ വുഡ് ഹൗസ്. വേറെ കുറേ എമ്മ വെച്ചുള്ള വേറെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, മറന്നു പോയത്. A wealthy and self-assured young woman who needles in the romantic lives of her friend and family. The novel explores themes of self-discovery, friendship and the dangers of hubris. In Persuasion, Austen's final completed novel that tells the story of Anne Elliot. Previous question ആണ്, Anne Elliot ചോദിച്ചിട്ടുണ്ട്. A woman who is persuaded to break off her engagement to a naval officer because of his lack of social status. The novel explores themes of regret, second glance and the enduring power of love. അതായത് ആൻ എലിയറ്റ് എന്ന് പറഞ്ഞൊരു പെണ്ണ് ഒരു നേവൽ ഓഫീസറുമായിട്ട് ഒരു എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്യും. അവൾ വേണ്ട, അവൾ സൊസൈറ്റി ക്ലാസ് നല്ല ക്ലാസ് അല്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇയാളെ ഒഴിവാക്കുകയാണ്. പിന്നെ ശേഷം ഇയാൾക്ക് തോന്നുന്ന ആളിനെ മതിയാകും തോന്നുന്ന അങ്ങനെ ഒരു നോവലാണ് ഈ പെർസ്വേഷൻ എന്ന് പറയുന്ന ഈ ഒരു നോവൽ. ഓക്കെ, അപ്പോൾ അതാണ് ജെയിൻ ഓസ്റ്റനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഷാർലോട്ട് ബ്രോണ്ടി. She was an English novelist and poet who is best known for her novel Jane Eyre. Here are some of her most important works. Jane Eyre. Bronte's most famous novel tells the story of Jane Eyre, a governess who falls in love with her employer. The mysterious and brooding of Mr. Rochester. The novel explores themes of love, morality and struggle for self-determination. അതായത്
അത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജാനയറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ലേഡിയുടെ ഒരു ഗവേണേഴ്സ് ഹൂ ഫോൾസ് ഇൻ ലവ് വിത്ത് ഹെർ എംപ്ലോയർ ദ മിസ്റ്റേഴ്സ് മെൻ ഇൻക്ലൂഡിങ് മിസ്റ്റർ റോച്ചസ്റ്റർ. ജാനയറും മിസ്റ്റർ റോച്ചസ്റ്ററും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കഥ പറയുന്ന നോവലാണെന്ത് ഈ ജാനയർ എന്ന് പറഞ്ഞ നോവൽ. അടുത്ത വൺ വില്ലറ്റ് എന്ന് പറയുന്നത് ഷിർലി, നോവൽ ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ടു യങ് വുമൻ കരോളിൻ ആൻഡ് ഷിർലി ഹു ഹാഡ് ഫ്രണ്ട്സ് ഡിസ്പൈറ്റ് ദ ഡിഫറൻസ് ഇൻ ക്ലാസ് ആൻഡ് പേഴ്സണാലിറ്റി. നോവൽ എക്സ്പ്ലോർസ് തീംസ് ഓഫ് ഫെമിനിസം, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ കരോളിനും ആൻഡ് ഷിർലി എന്ന് പറയുന്ന രണ്ട് ലേഡീസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കഥ പറയുന്ന വർക്കാണെന്ത് ഷിർലി എന്ന് പറഞ്ഞ കഥ കേട്ടോ. വില്ലറ്റ് സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ലൂസി സ്നോൺ, a young woman who travels to the fictional city of Villet to teach at a girls' school. Novel explores themes of love, isolation and the search of identity. ഇത് നമ്മൾ ചിലപ്പം ഓർത്ത് വെക്കേണ്ട വർക്കാണ്, കാരണം ഇറ്റ്സ് സെമി ഓട്ടോബയോഗ്രഫി വർക്കാണ് കേട്ടോ. വില്ലറ്റ് എന്ന് പറയുന്നത് ബ്രോണ്ടിയുടെ ഒരു സെമി ഓട്ടോബയോഗ്രഫി വർക്കാണ്. ഷാർലറ്റ് ബ്രോണ്ടിയുടെ ഒരു സെമി ഓട്ടോബയോഗ്രഫി വർക്കാണ് എന്ത് ഈ വില്ലറ്റ് എന്ന് പറയുന്നത് ഈ വർക്ക്. പ്രൊഫസർ അത്ര ഇമ്പോർട്ടൻ്റ് പ്രൊഫസർ ഇമ്പോർട്ടൻ്റ് കേട്ടോ. പ്രൊഫസർ വാസ് ദ ഫസ്റ്റ് നോവൽ ഓഫ് Charlotte Bronte. Professor Bronte's first novel, which was rejected by several publishers before being published after her death. The novel tells the story of William Crimsworth, a young man who becomes a professor of English in Belgium and explores themes of love, ambition and social class. Jane Eyre is a novel written by Charlotte Bronte in first person. Yes. Jane Eyre is a novel written by Charlotte Bronte and published in 1847. The story is a first-person narrative told by the titular character Jane Eyre, a young orphan who is raised by her cruel aunt and sent away to the harsh boarding school for girls. Despite this hardship, Jane Eyre develops a strong sense of independence, intelligence, and self-growth. After leaving school, Jan becomes a governess at Thornfield Hall, where she falls in love with her employer, Mr. Rochester. Jane Eyre റോച്ചസ്റ്റർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ കഥ പറയുന്ന നോവലാണ് ജാന എന്ന് കേട്ടോ. അത്രേ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ എമിലി ബ്രോണ്ട് നമ്മൾ നോക്കാനുള്ളത് wuthering ഹൈറ്റ്സ് മാത്രമാണ് നമ്മൾ കാര്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന നോവൽ എന്ന് പറയുന്നത് wuthering ഹൈറ്റ്സ് മാത്രം നമ്മൾ കാര്യമായിട്ട് നമ്മൾ എന്തായാലും നോക്കിയിരിക്കണം എന്നുള്ള ഒരു നോവൽ wuthering ഹൈറ്റ്സ് മാത്രമാണ്. wuthering ഹൈറ്റ്സ് നോവൽ ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ഹീത്ത് ക്ലിഫ് ആൻഡ് കാതറിൻ ഏൺഷോ. ഇത് നമ്മളുടെ മെയിൻ ക്യാരക്ടേഴ്സ് കേട്ടോ. അന്ന് ചോദിച്ചിട്ടുണ്ടായത് ഹീത്ത് ക്ലിഫിന് ആരോടുമായിട്ടുള്ള പ്രണയം പറയുന്ന കഥയാണ് wuthering ഹൈറ്റ്സ്. അങ്ങനെ എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാതറിൻ ഏൺഷോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുമായിട്ടാണ് അയാൾക്ക് പ്രണയം ഉണ്ടാകുന്നത്. കാരണം ഹീത്ത് ക്ലിഫ് ഈസ് ഒരു അഡോപ്റ്റഡ് ചൈൽഡാണ്. അതായത് ഹീത്ത് ക്ലിഫിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ആ ഹീത്ത് ക്ലിഫിൻ്റെ അച്ഛൻ. അങ്ങനെ ഹീത്ത് ക്ലിഫ് കാതറിനുമായി പ്രണയത്തിലാവുന്നു, പക്ഷേ കാതറിന് കല്യാണം കഴിച്ച് കൊടുക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ പോകുന്നൊരു നോവലാണ് wuthering ഹൈറ്റ്സ് എന്ന് പറയുന്ന നോവൽ. ഓക്കെ. പിന്നെ പോയംസ് കളക്ഷൻ ഓഫ് എമിലി ബ്രോണ്ടി പോയട്രി വിച്ച് വാസ് പബ്ലിഷ്ഡ് അണ്ടർ ദ പെൻ നെയിം എല്ലിസ് ബെൽ. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ട്. എമിലി ബ്രോണ്ടിയുടെ ഒരു പെൻ നെയിം ഉണ്ട്, അത് എല്ലിസ് ബെൽ എന്ന് പറഞ്ഞാൽ ആ പെൻ നെയിമിൽ പബ്ലിഷ് ചെയ്ത വർക്കാണ്. പോയംസ് എന്ന കളക്ഷൻ മാത്രമാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ഗോണ്ടിൽ പോയംസ്, റിമെമ്പറൻസ് നൈറ്റസ് ഡോക്യുമെൻ്റ് അറൗണ്ട് മീ ദ പ്രിസണർ. അത്ര ഇമ്പോർട്ടൻ്റ് വർക്കുകളല്ല, ജസ്റ്റ് ആ പേരുകൾ ജസ്റ്റ് ഓർത്ത് വെക്കാവുന്ന മാത്രമാണ് കേട്ടോ. ഗോണ്ടിൽ പോയംസ്, റിമെമ്പറൻസ്, ദ നൈറ്റ് ഈസ് ഡാർക്കനിങ് അറൗണ്ട് മീ, ദ പ്രിസണർ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ വർക്കുകൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. wuthering ഹൈറ്റ്സ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. wuthering ഹൈറ്റ്സ് നോവൽ റിട്ടൺ ബൈ എമിലി ബ്രോണ്ടി, പബ്ലിഷ്ഡ് ഇൻ 1847. ദ നോവൽ ഇറ്റ് സെറ്റ് ഇൻ ദ മൂർലാൻഡ്സ് ഓഫ് നോർത്തേൺ ഇംഗ്ലണ്ട്. ഓർത്ത് വെക്കണേ, സെറ്റിങ്സ് മൂർലാൻഡ് ആണ് ഇൻ നോർത്തേൺ ഇംഗ്ലണ്ട്. and follows the story of Earnshaw and Linden families over 2 generations. രണ്ട് ഫാമിലീസ് തമ്മിലൊരു കഥ പറയുന്നത്. അതായത് ലിൻഡൻ ഫാമിലിയും മറ്റേ ഫാമിലി ആണെങ്കിലോ Earnshaw ഫാമിലി കേട്ടോ. The story is narrated by Mr. Lockwood. Previous question ആണ് കേട്ടോ. Who narrated the story wuthering heights? Mr. Lockwood. അതായത് ഒരു പുറത്തുനിന്നൊരു ആ ഗ്രാമത്തിൻ്റെ ആളാണ് മിസ്റ്റർ ലോക്ക്വുഡ് എന്ന് പറയുന്നത്. അയാൾ വഴിയാണ് ഈ സ്റ്റോറി നരേറ്റ് ചെയ്ത് പോകുന്നത്. A newcomer to the area who becomes intrigued by the mysterious history of the Earnshaw family and the neighbors, the Lindens. He visits the remote and isolated Wuthering Heights, the home of the Earnshaw, and is told by the story of Heathcliff, a dark and brooding young man who was taken in by the name of as a child. The novel tells the story of Heathcliff, turbulent relation with Catherine Earnshaw, his childhood friend and the love of his life. Their love is thwarted by Catherine's desire to marry into higher social class and by Heathcliff's obsession with revenge against those who have wronged him. The novel is known for its complex characters, atmospheric settings and gothic. It's important.
Then next one, Mary Wollstonecraft. Mary Wollstonecraft important ആണ്. Mary Wollstonecraft was an English writer, philosopher and women's rights advocate who is considered one of the founding voice of feminist philosophy. അതാണ് നമ്മൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത്. മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെ മകളാണ് ആര്? മേരി ഷെല്ലി കേട്ടോ, അത് ഓർത്ത് വെക്കാം. മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെയും അച്ഛൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. മേരി വോൾസ്റ്റോൺക്രാഫ്റ്റാണ് ഇവളുടെ അമ്മ, മേരി ഷെല്ലിയുടെ അമ്മ. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. Mary Wollstonecraft was an English writer, a philosopher and women's rights advocate who is considered one of the founding voices of feminist philosophy. She is the best known for her work, A Vindication of the Rights of Women, which argues for women's equality in education. ഈ വർക്കിലാണ് വുമൻസിൻ്റെ എഡ്യൂക്കേഷനും അതൊക്കെ വേണ്ടിയിട്ട് പറയുന്ന ഒരു വർക്കാണെന്ത് ഈ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ. Wollstonecraft's early life was marked by financial struggles and a difficult relation with her father. However, she became a governess and later a school teacher, which allowed her to support herself and developed her intellectual interest in 1784. She moved to London and became a writer and translator, publishing work on education and social issues. പിന്നെ ഇത് വന്നിട്ട് എന്താ ഇത്ര കാര്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് വുമൺ റൈറ്റേഴ്സിൻ്റെ റൊമാൻറ്റിക് ഇറ കേട്ടോ. അതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഓർത്തും ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോയതിനൊക്കെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇതൊരു സെക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ വിക്ടോറിയൻ ലിറ്ററേച്ചർ ആണ്. അതെന്ത് ചെയ്യാം, ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് പഠിച്ച് നോട്ട് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി.